ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 81 ആദ്യ വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവാനും അവിടത്തേക്ക് ആനന്ദഗീതം ഉതിർക്കുവാനും ദൈവം വീണ്ടും നമ്മളെ വിളിക്കുകയാണ്. കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം ടെലിവിഷൻ ശുശ്രൂഷകളുടെ സീനിയർ മാനേജറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ജോർജ് കുട്ടി വട്ടമറ്റമാണ്. നമുക്ക് സഹോദരനോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 നമുക്കൊന്ന് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 9:31 വാക്യം: ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. നമുക്ക് ഈ വചനം വലുതുകരം ഉയർത്തിയെന്ന് പറയാം. ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണം. അഥവാ നമ്മളും നമ്മളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. ഇതാണ് നമ്മുടെ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം. കർത്താവിൻ്റെ വചനം പറയുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നീ രക്ഷ പ്രാപിക്കുവാനായി നാം എന്ത് ചെയ്യണമെന്ന് അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് അരുൾ ചെയ്യുകയാണ്. നമുക്കൊരിക്കൽ കൂടി വലതുകരം ഉയർത്തി ഈ വചനം ഏറ്റുപറയുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെയും നമ്മൾ കാണുന്നു, ഇതിനു മുൻപ് വലിയൊരു ആരാധനയുടെ സ്തുതിയുടെ നിമിഷങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഇത് സംഭവിക്കുന്നത് പൗലോസും സീലാസും കാരാഗ്രഹത്തിലായിരുന്നതുകൊണ്ട് ചങ്ങലകൾ കിലുക്കി സങ്കീർത്തനം പാടി ദൈവത്തെ പാടിപ്പുകഴ്ത്തുമ്പോൾ ആ സ്തുതിയുടെ നിമിഷത്തിൽ, ആരാധനയുടെ നിമിഷത്തിൽ വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു, തടവറയുടെ അടിത്തറ ഇളകുന്നു, കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെടുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് സ്തബ്ധനായ കാവൽക്കാരൻ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പൗലോസ് കൊടുത്ത ഉത്തരമാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റുപറഞ്ഞ് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വലതുകരമൊന്ന് ഉയർത്താം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകൻ, അവിടുന്നാണ് ഞങ്ങളുടെ വിമോചകൻ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്റെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി
അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. ഉവ്വ് കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് മാത്രമാണ് ഏകരക്ഷകനെന്ന്, ഞങ്ങളുടെ രക്ഷകനെന്ന്, ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനെന്ന്, ലോകരക്ഷകനെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ജീവൻ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്നേഹമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒത്തിരി വേദനയിലും ദുഃഖത്തിലും നിരാശയിലുമൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ? നമ്മുടെ പ്രിയപ്പെട്ടവരാൽ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാൽ നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നമ്മൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, മറ്റാരും ആശ്രയമില്ലാതിരിക്കുന്ന സമയത്ത് ഇത്തിരി നൊമ്പരമായി രോഗത്തിൻ്റെയും പീഡകളെയും ക്ലേശങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ, മരുവ് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകാം, ദൈവമേ, അവിടുന്ന് എന്നെ കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വേണം, നീ എൻ്റേതാണ്. അവിടുത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങളോ കഠിനമായ രോഗത്തിൻ്റെ പീഡകളും ഒക്കെ നമ്മളെ ഒത്തിരി നിരാശപ്പെടുത്തുന്നുണ്ടാകാം, ജീവിതത്തിൻ്റെ പ്രത്യാശ എടുത്തു കളയുന്നുണ്ടാകാം. അതുപോലെ ഒറ്റപ്പെട്ട അവസ്ഥകൾ, മറ്റുള്ളവരാൽ ഒത്തിരി ഏറെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, ഇവയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒത്തിരി വേദനയോടെ നിലവിളിച്ചിട്ടുണ്ടാകാം, കണ്ണീരൊഴുക്കിയിട്ടുണ്ടാകാം. ആരും എന്നെ കാണുന്നില്ലല്ലോ, ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ കുടുംബജീവിതത്തിലെ തകർച്ചകൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഭാര്യമാര്, അവരുടെ ദുഃഖം, അതുപോലെ ആരാരുമില്ലാതെ അലയുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കള്, ഇവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മളിപ്പോൾ ദുഃഖം പേറുന്നുണ്ടെങ്കിൽ, വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഏത് രോഗാവസ്ഥയിലും പാപാവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ വേണം, നീ എൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്, കാണാതെ പോയ ആടിനെ തേടി വന്നവനാണ്. നമുക്കറിയാം, 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ആ ഒന്നിനെ തേടി വന്ന കർത്താവ്, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നവൻ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്ന് ചേർന്ന് ആലപിക്കാം. എനിക്ക് വേണം നിന്നെ, നീ പാപിയാണെന്നാലും, എനിക്ക് വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് കൊണ്ടുകൊണ്ട് കണ്ണുകൾ അടച്ച് ഇരുന്ന് ശാന്തമായി നമുക്ക് കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. മകനെ, മകളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് നിന്നെ മെനഞ്ഞെടുത്തു. അവിടുന്ന് നിന്നെ നോക്കി പറയുകയാണ്, ഹാഹാ, നീ എൻ്റെ തനിരൂപം തന്നെ, നീ എൻ്റെ പ്രിയ മകനാണ്. ഈ ലോകം മുഴുവൻ നിന്നെ വെറുത്താലും, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാലും, നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞാലും, നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയാലും, പ്രിയ മകനെ, നീ എൻ്റേതാണ്, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. നിന്നെ ഞാൻ എൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് എൻ്റെ രൂപമാണ്. മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിലാനന്ദിച്ചൻ, സ്നേഹം പകർന്നു കൊണ്ടു പറഞ്ഞു. മെനഞ്ഞെടുത്തു നിന്നെ ഞാനതിലാനന്ദിച്ചൻ, സ്നേഹം പകർന്നുകൊണ്ട് പറഞ്ഞു. ആഹാ, നീ എന്നുടെ തനിരൂപം, ആഹാ, നീ എന്നുടെ പ്രിയ സൂനു, ആഹാ, നീ എന്നുടെ തനിരൂപം, ആഹാ, നീ എന്നുടെ പ്രിയ സൂനു. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തിരഞ്ഞെടുത്തു നിന്നെ, എൻ സ്നേഹം നിന്നിലൊഴുക്കാൻ, എന്റെ വിശുദ്ധരെല്ലാം ഒന്നാ. തിരഞ്ഞെടുത്തു നിന്നെ, എൻ സ്നേഹം നിന്നിലൊഴുക്കാൻ, എന്റെ വിശുദ്ധരെല്ലാം ഒന്നാം. ആഹാ, നീ സ്നേഹിച്ചേവം ചൊല്ലി, ആഹാ, നീ ഞങ്ങൾക്കതിമോദം, ആഹാ, നീ സ്നേഹിച്ചേവം ചൊല്ലി, ആഹാ, നീ ഞങ്ങൾക്കതിമോദം. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ
നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, 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 എനിക്കു വേണം നിന്നെ. മുപ്പത്തിയെട്ട് വർഷം ബെത്സയിദ കുളക്കരയിൽ രോഗിയായി കിടന്ന മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുകയാണ്. ആ സൗഖ്യം ലഭിച്ച വ്യക്തി യേശുവിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നു. പാപിനിയായ സ്ത്രീയെ അവളുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യമായി തീരുകയാണ്. അതുപോലെ സമറിയക്കാരി സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം. അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് കർത്താവ് വെളിച്ചം വീശിയപ്പോൾ, അവർക്ക് വിടുതൽ നൽകിയപ്പോൾ അവരും കർത്താവിന് സാക്ഷ്യമായി തീർന്നു. സമറിയക്കാരായ അനേകര് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയണഞ്ഞു. യേശുവിൻ്റെ വചനത്താൽ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അന്ധനായ ബത്തിമ്യൂസ് ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവന്റെ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരവും എടുത്തു നീക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇന്ന് കർത്താവ് പ്രവർത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കുവാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുമ്പോൾ, ഏതെങ്കിലും വിധത്തിൽ അവിടുന്ന് നമ്മളെ സ്പർശിക്കുമ്പോൾ, അവിടുത്തെ മുറിവേറ്റ കരങ്ങളാൽ നമുക്ക് സൗഖ്യം നൽകുമ്പോൾ അവിടുത്തെ സാക്ഷ്യമാകുവാനുള്ള ഒരു വിളിയാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അന്ധകാരം ഭൂമിയിൽ വ്യാപിച്ചിരുന്നു. ജലത്തിനു മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ഭൂമിയിലേക്കാണ് ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത്, സൃഷ്ടിച്ച രാജരങ്ങളെ അയക്കുന്നത്. ആകാശം പക്ഷികളെ കൊണ്ട് നിറഞ്ഞു. അതുപോലെ സമുദ്രം മത്സ്യങ്ങളാൽ നിറഞ്ഞു. സകല ജീവജാലങ്ങളും ഭൂമിയിൽ ഓടിക്കളിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവന്റെ തുടിപ്പ് ഭൂമിയിൽ ഉണ്ടായി. അതുപോലെ ദൈവം സ്വന്തം ഛായയിൽ മനുഷ്യനെ മെനഞ്ഞു. മണ്ണുകൊണ്ട് അവന് രൂപം നൽകി. അവന്റെ നാസാരന്ധങ്ങളിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചു. നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് പല വിധത്തിൽ തളർന്നു കിടക്കുകയാണ് എങ്കിൽ, രോഗങ്ങളും പീഡകളും നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തടസ്സമായി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവിടുത്തെ സാക്ഷ്യമായി മാറും. അതിനാൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ എന്നുള്ള ഗാനത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാട്ടുപാടി ദൈവത്തെ ക്ഷണിക്കാം, പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാം.
ഒന്നുകൂടി. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷ്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോൾ, ആത്മാവ് നമ്മളെ ഉണർത്തുമ്പോൾ യേശുവിന്റെ സാക്ഷ്യമായിട്ട് നമ്മൾ മാറും. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സഭയില്, ഇടവകയില് യേശുവിന്റെ സാക്ഷ്യമായി തീരുവാൻ, അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ, യേശുവിന്റെ സുവിശേഷമായി മാറുവാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കും. അതിനാൽ ആത്മാവിനെ ക്ഷണിക്കാം. ഓ ആത്മാവേ, എന്റെ ജീവിതത്തിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ചു പാടാം. ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തിയടിക്കാം. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ലോകത്തിന്റെ അതിർത്തിയോളം സുവിശേഷം എത്തുന്നതിന് വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ മാതൃകകളിലൂടെ അനേകരെ യേശുവിനെ അറിയുവാൻ, നമ്മുടെ രോഗസൗഖ്യങ്ങളിലൂടെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരേക്ക് നമ്മൾ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ യേശുവിനെ അറിയുകയും യേശുവിന്റെ സാക്ഷ്യമാവുകയും സ്നേഹത്തിന്റെ അടയാളങ്ങളായും അവർ മാറുകയും ചെയ്യും. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും, എല്ലാ മതങ്ങളിലേക്കും, എല്ലാ ദേശങ്ങളിലേക്കും യേശുവിന്റെ വചനമെത്തും. യേശുവിനെ രക്ഷകനും നാഥനുമായി സകല സമൂഹങ്ങളും സകല രാജ്യങ്ങളും അംഗീകരിക്കുകയും എല്ലാ ജനങ്ങളും എല്ലാ ദൈവമക്കളും ഒന്നു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന, മാലാഖമാരോട് ചേർന്ന് സകല സൃഷ്ടികളോട് ചേർന്ന് ദൈവത്തെ ഒന്നു ചേർന്ന് സ്തുതിക്കുന്ന ദിവസം ഭാവനയിൽ കണ്ടുകൊണ്ട്, ഓ കർത്താവേ, അതിനായി നിന്റെ അഗ്നിയെ ഞങ്ങളിലേക്ക് അയക്കണമേ, അവിടുത്തെ ജീവൻ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാൽ ഉണരും. വിജാതീയരാകും സമരിയായും ഉണരും, ആത്മാവാൽ ഉണരും. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാൽ ഉണരും. വിജാതീയരാകും സമരിയായും ഉണരും, ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. വീണ്ടും ഉയർന്ന സ്വരത്തിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഓ ദൈവമേ, നിന്റെ ആത്മാവിനെ നീ വർഷിക്കണമേ. പെന്തക്കോസ്താ ദിനത്തില് ശിഷ്യ സമൂഹത്തിന്റെ മേൽ നീ ആത്മാവിനെ ചൊരിഞ്ഞതുപോലെ ഭീരുക്കളായിരുന്ന, ലജ്ജാശീലമായിരുന്ന ശിഷ്യ സമൂഹം ഉണർന്നെഴുന്നേറ്റതുപോലെ, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് അവിടുത്തെ വചനവുമായിട്ട് അവർ കടന്നുപോയതുപോലെ, ധീര രക്തസാക്ഷിത്വം വഹിച്ചതുപോലെ, കർത്താവെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവെ നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് ചൊരിയണമേ. കർത്താവെ, നിന്റെ സ്നേഹം മതി, നിന്റെ ചൈതന്യം മതി ഞങ്ങൾക്ക്. കർത്താവെ, നിന്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
രോഗമോ ക്ലേശമോ അനർത്ഥമോ എന്തു തന്നെ വന്നാലും കർത്താവേ ഞങ്ങളെ അവിടുത്തെ സാക്ഷ്യമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ കർത്താവെ അവിടുത്തെ സാക്ഷ്യമായി വക്താക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. അനേക പ്രേക്ഷിതരെ കർത്താവെ അവിടുന്ന് വിളിക്കണമേ. അനേകർക്ക് അവിടുന്ന് ഉണർവിന്റെ വരം നൽകണമേ. കർത്താവെ അനേകരെ അവിടുന്ന് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലേക്കും നിന്റെ വചനവുമായി കടന്നു ചെല്ലുവാൻ, ലോകങ്ങളെ സുവിശേഷവൽക്കരിക്കുവാൻ, ലോകജനത ഒന്നാകെ അങ്ങ് മഹത്വപ്പെടുത്തുവാനായി കർത്താവെ നിന്റെ ജീവൻ ഞങ്ങളിലേക്ക് ദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവാ തകരും. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവാൽ തകരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ, 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 എന്നെ ഉണർത്തണമേ. ആത്മാവേ വന്നു നിറയണമേ. ജീവനായ ഞങ്ങളെ ഉണർത്തണമേ. നാഥാ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്ക് ശാന്തമായിരിക്കാം.